നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന ഗാന്ധിജിയെ നാഥുറാം വിനായക് ഗോഡ്സെ എന്ന മതഭ്രാന്തൻ വെടിവെച്ച് കൊന്നിട്ട് 78 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനമായിരുന്നു. ജനുവരി 30 എന്ന തീയതി ഒരു ഇന്ത്യക്കാരനും മറക്കാൻ പറ്റാത്തതാണ്. ആ കൊലപാതകത്തിൻ്റെ കഥ നമ്മൾ ഇടയ്ക്കിടെ പറയുക തന്നെ വേണം. 1948 ജനുവരി 30 വൈകുന്നേരം 5 മണിക്ക് ബിർള ഹൗസിലെ പ്രാർത്ഥനാ മുറിയിൽ വെച്ച് RSSകാരനായ നാഥുറാം വിനായക് ഗോഡ്സെയാണ് ഗാന്ധിയെ വെടിവെച്ച് കൊന്നത്. നാഥുറാം വിനായക് ഗോഡ്സെ, നാരായൺ ആപ്തെ, വിഷ്ണു കർക്കറെ, മദൻലാൽ പഹ്വ, ശങ്കർ കിസ്തയ്യ, ഗോഡ്സെയുടെ സഹോദരൻ ഗോപാൽ ഗോഡ്സെ, VD സവർക്കർ, ദത്താത്രേയ പർച്ചുരെ എന്നീ പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തു. ഗോഡ്സെക്കും നാരായൺ ആപ്തയ്ക്കും കോടതി വധശിക്ഷ വിധിച്ചു. ഗാന്ധിവധക്കേസിൽ VD സവർക്കർ പ്രതിയായിരുന്നു. എന്നാൽ ശിക്ഷിക്കപ്പെടാത്തത് സാങ്കേതിക സ്ഥിരീകരണമില്ലെന്ന ഒരു കാരണം കൊണ്ട് മാത്രമായിരുന്നു. ഗാന്ധിയെ വധിക്കാൻ ഗോഡ്സെ നടത്തിയ 2 ഡൽഹി യാത്രകൾക്ക് തൊട്ടു മുൻപും ഗോഡ്സെ മുംബൈയിൽ വെച്ച് സവർക്കറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഗാന്ധിവധത്തിൽ ഗോഡ്സെ ഉൾപ്പെടെ സവർക്കർ അനുയായികളെല്ലാം ശിക്ഷിക്കപ്പെട്ടപ്പോൾ സാങ്കേതിക സ്ഥിരീകരണമില്ലെന്ന ഒരൊറ്റ കാരണം കൊണ്ട് സവർക്കർ മാത്രം രക്ഷപ്പെടുകയായിരുന്നു. വധശിക്ഷ നടപ്പിലാക്കുമ്പോൾ ഗണഗീതം പാടിക്കൊണ്ടാണ് RSSകാരനായ ഗോഡ്സെ മരണത്തിലേക്ക് നടന്നത്. ഹിന്ദു മഹാസഭയുടെ അഖിലേന്ത്യാ കമ്മിറ്റിയിൽ അംഗമായിരുന്ന ഗോഡ്സെ അഗ്രാണി എന്ന വർഗീയത പ്രചരിപ്പിക്കുന്ന പത്രത്തിൻ്റെ ചീഫ് എഡിറ്ററുമായിരുന്നു. കൊലയാളിയായ നാഥുറാം വിനായക് ഗോഡ്സെയുടെ ചിതാഭസ്മം ഇപ്പോഴും ഹിന്ദു മഹാസഭയുടെ ഓഫീസിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അത് നിമജ്ജനം ചെയ്യുന്നത് മുസ്ലിങ്ങൾ ഇല്ലാത്ത ഒരു ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധു നദിയിൽ ആകണമെന്ന് ഗോഡ്സെ ആഗ്രഹിച്ചിരുന്നു. നാഥുറാം വിനായക് ഗോഡ്സെയുടെ തോക്കിൽ നിന്നും ചീറിപ്പാഞ്ഞ 3 വെടിയുണ്ടകളാണ് ഗാന്ധിജിയുടെ ജീവൻ കവർന്നത്. എന്നാൽ ഹിന്ദു മഹാസഭ വീരപുരുഷനായി ഇന്ന് ആദരിക്കുന്ന ഗോഡ്സെയ്ക്ക് രക്തം കണ്ടാൽ പേടിയായിരുന്നു എന്നാണ് ഡൊമിനിക് ലാപ്പിയറും ലാരി കോളിൻസും ചേർന്ന് എഴുതിയ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പുസ്തകത്തിൽ പറയുന്നത്. സായുധ സമരത്തിന് ആഹ്വാനം ചെയ്തെങ്കിലും ഗോഡ്സെയ്ക്ക് രക്തം കണ്ടു നിൽക്കാൻ പേടിയായിരുന്നുവെന്ന് ആ പുസ്തകത്തിൽ പറയുന്നു. ഹിന്ദു ജനതയെ ഉണർത്തുന്നതിന് വേണ്ടി ആയുധമേന്തിയ സമരത്തിനുള്ള ആഹ്വാനം മുഴക്കിയിരുന്നു എങ്കിലും ഗോഡ്സെയ്ക്ക് രക്തം കണ്ടു നിൽക്കാൻ കഴിയുമായിരുന്നില്ല. ഒരിക്കൽ ആപ്തയുടെ ഫോർഡ് കാർ ഓടിച്ചു പോകുന്ന ഗോഡ്സെയുടെ റോഡിൽ വെച്ച് പരിക്ക് പറ്റിയ ഒരു കുട്ടിയെ ആശുപത്രിയിലെത്തിക്കാൻ സഹായിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പിന്നിൽ എനിക്ക് കാണാൻ വയ്യാത്തിടത്ത് ആ കുട്ടിയെ കിടത്തുക എന്നാണ് വിറച്ചുകൊണ്ട് ഗോഡ്സെ അന്ന് പറഞ്ഞത്. ചോര പേടിയാണെങ്കിലും ഡിറ്റക്റ്റീവ് കഥകൾ വായിക്കാനും അക്രമവും സാഹസികതയുമൊക്കെയുള്ള സിനിമകൾ കാണാനും ഗോഡ്സെക്ക് വലിയ താല്പര്യമായിരുന്നു. ഗോഡ്സെയെ ധീരനായി കാണുന്ന ഹിന്ദു മഹാസഭ കുറച്ച് വർഷം മുന്നേ ഗാന്ധിവധം പുനരാവിഷ്കരിക്കാൻ ശ്രമിച്ചിരുന്നു. അന്ന് ദേശീയ സെക്രട്ടറി പൂജ ശകുൻ പാണ്ഡെയുടെ നേതൃത്വത്തിൽ ഗാന്ധിയുടെ കോലം തയ്യാറാക്കി അതിലേക്ക് വെടിയുതിർക്കുകയും കൃത്രിമ രക്തം ഒഴുക്കുകയും ചെയ്തു. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനമായ ജനുവരി 30 തന്നെയായിരുന്നു ഉത്തർപ്രദേശിലെ അലിഗഡിൽ അവർ ഇത് ചെയ്തത്. രക്തം കണ്ടാൽ ഭയന്നിരുന്ന ഒരാൾക്ക് ഹിന്ദുത്വവാദത്തിൻ്റെ പേരിൽ നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ രക്തം വീഴ്ത്താനുള്ള ധൈര്യമുണ്ടായി. ഗോഡ്സെയുടെ വെടിയേറ്റത് ഗാന്ധിജിയോടൊപ്പം ഇന്ത്യക്ക് കൂടിയാണ്. ഹിന്ദുത്വയുടെ വെടിയാണ് ഇന്ത്യയുടെ ആത്മാവിലേക്ക് ഗോഡ്സെ അന്ന് ഉതിർത്തത്. ഗാന്ധിജിയുടെ നെഞ്ചിലൂടെ അത് ഇന്ത്യ എന്ന നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നെഞ്ചിലേക്കാണ് വാസ്തവത്തിൽ തുളച്ചു കയറിയത്.